ഇറാനും ഇസ്രായേലും പ്രത്യാക്രമണം ശക്തമാക്കിയതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ഇസ്രായേലിന്റെ തന്ത്രപ്രധാന മേഖലയിലേക്ക് ഇറാൻ വ്യോമാക്രമണ പരമ്പരയാണ് നടത്തിയത്. രണ്ടാഴ്ച ശക്തമായ ആക്രമണം നടത്തുമെന്ന് IRGC മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ചർച്ചകളിലേക്ക് മടങ്ങണമെന്നും ഇസ്രായേൽ തിരിച്ചടിക്കരുതെന്നും ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ട്രംപിന്റെ നിർദ്ദേശം തള്ളി ഇസ്രായേൽ ശക്തമായ ആക്രമണമാണ് ഇറാനിലേക്ക് നടത്തുന്നത്. യമനിൽ നിന്ന് ഹൂതികളും ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേലും ഇറാനും പരസ്പരം ആക്രമണം ശക്തമാക്കിയതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാൻ ഇസ്രായേലിലേക്ക് തിരിച്ചും ആക്രമണ പരമ്പരയാണ് മേഖലയിൽ നടക്കുന്നത്. വടക്കൻ ഇസ്രായേലിലേക്ക് ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ രാത്രി ഇറാൻ നടത്തിയത്. ഇസ്രായേലിന്റെ പല നഗരങ്ങളിലും സൈറനുകൾ മുഴങ്ങി. ഇറാൻ തൊടുത്ത മിസൈലുകൾ തടഞ്ഞുവെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടു. ഒരാഴ്ച ആക്രമണം നടത്തുമെന്നാണ് IRGCയുടെ മുന്നറിയിപ്പ്. ആക്രമണത്തിന് പിന്നാലെ ടെഹ്റാനിലേക്കുള്ള വിമാന സർവീസുകൾ ഇറാൻ റദ്ദാക്കി. ഇറാന് നേരെ ശക്തമായ പ്രത്യാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇറാനിലെ ടെഹ്റാൻ, തബ്രീസ്, ഇസ്ഫഹാൻ എന്നീ നഗരങ്ങളിൽ സ്ഫോടനം നടന്നുവെന്നും ഇറാനിയൻ TV റിപ്പോർട്ട് ചെയ്തു. കറാച്ചിലും സ്ഫോടന ശബ്ദം കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. പടിഞ്ഞാറൻ മധ്യ ഇറാനിലേക്കാണ് ആക്രമണം നടത്തുന്നതെന്ന് IDF പ്രതികരിച്ചു. ഇറാനിലെ മെഹ്ഷറിലെ പെട്രോ കെമിക്കൽ ഫെസിലിറ്റിയിലേക്കും ആക്രമണം നടത്തിയതായി IDF വ്യക്തമാക്കി. ഇസ്രായേലിലേക്ക് യമനിൽ നിന്നും ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഹൂതികളുടെ ആക്രമണത്തെ ചെറുക്കുന്നുവെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ലെബനനിലെ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നത്. ലെബനനിലെ ഭാഗിക വെടിനിർത്തൽ കരാർ ഇസ്രായേൽ ലംഘിച്ചുവെന്നാരോപിച്ചായിരുന്നു ആക്രമണം. പിന്നാലെ ഇറാൻ വലിയ തെറ്റ് ചെയ്തുവെന്ന് IDF വക്താവും ടെഹ്റാൻ കത്തണമെന്ന് ഇസ്രായേൽ സെക്യൂരിറ്റി മന്ത്രി ഇറ്റാമർ ബെൻവീറും പ്രതികരിച്ചു. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ടെഹ്റാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇറാനെതിരെ ആക്രമണം നടത്തരുതെന്ന് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചുവെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ ഇറാനിലേക്ക് തിരിച്ചടി ആരംഭിച്ചു. ജെറുസലേമിലെ അമേരിക്കൻ എംബസി ഇന്ന് തുറക്കില്ലെന്നും അടിയന്തര സാഹചര്യമുണ്ടായാൽ ജീവനക്കാർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇരുപക്ഷവും ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് UK പ്രതികരിച്ചു. സംഘർഷം രൂക്ഷമായതോടെ ക്രൂഡ് ഓയിൽ വിലയും വർദ്ധിച്ചു. ബ്രാൻഡ് ക്രൂഡിനും US ക്രൂഡിനും 3% വില വർദ്ധിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.